ഓണത്തിന് ഈ ജീവികൾ വന്നാൽ ആട്ടി ഓടിക്കരുത്. ഓണക്കാലത്ത് വീടുകളിലോ പറമ്പുകളിലോ കണ്ടാൽ ആട്ടി ഓടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് കരുതപ്പെടുന്ന ചില ജീവികളും ജീവജാലങ്ങളുമുണ്ട്. വിശ്വാസപരമായും പരിസ്ഥിതിപരമായും ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഓണക്കാലത്ത് ചെറുജീവികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിൽ പ്രധാനമായും മഹാബലി തമ്പുരാന്റെ വരവുമായി ബന്ധപ്പെട്ട ജനപ്രിയ ഐതിഹ്യവും സങ്കല്പവുമാണ് ഉള്ളത്. അസുര രാജാവായ മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു എന്നതാണ് ഐതിഹ്യം. എന്നാൽ തമ്പുരാൻ ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. മഹാബലി തമ്പുരാൻ മനുഷ്യരൂപത്തിൽ മാത്രമല്ല, ചിലപ്പോൾ പൂമ്പാറ്റയായോ തുമ്പിയായോ പറവയായോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തെത്തുന്ന ഏതെങ്കിലും പാവം മൃഗത്തിൻ്റെ രൂപത്തിലോ ആകാം തൻ്റെ പ്രജകളുടെ സന്തോഷം കാണാനെത്തുന്നത് എന്ന് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു. ആതിഥേയർ മൃഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാൻ തമ്പുരാൻ എടുക്കുന്ന വേഷങ്ങളായും ഈ ജീവികളെ കരുതിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ മുറ്റത്തെത്തുന്ന ഒരു ജീവിയെയും ആട്ടി ഓടിക്കാതെ ഭക്ഷണവും സ്നേഹവും നൽകി സ്വീകരിക്കണം എന്ന വിശ്വാസം ഉടലെടുത്തു. ആ ജീവജാലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പൂമ്പാറ്റകൾ അഥവാ ചിത്രശലഭങ്ങൾ. ഓണക്കാലത്ത് വീട്ടുപറമ്പിൽ കാണുന്ന ചിത്രശലഭങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. മഹാബലി തമ്പുരാന്റെ വരവിനെ അറിയിക്കുന്ന നാടൻ സന്ദേശവാഹകരായും ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. തുമ്പികൾ. ഓണത്തുമ്പി എന്ന് വിളിക്കുന്ന തുമ്പികൾ ചിങ്ങമാസത്തിൻ്റെയും ഓണത്തിൻ്റെയും പ്രധാന അടയാളമാണ്. തുമ്പികൾ വീടിന് ചുറ്റും പറക്കുന്നത് നല്ല വിളവെടുപ്പിൻ്റെയും വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും സൂചനയായി കണക്കാക്കുന്നു. തവളകൾ. മഴക്കാലവും ചിങ്ങമാസവും ചേരുന്ന സമയത്ത് തവളകളുടെ സാന്നിധ്യം സ്വാഭാവികമാണ്. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും വിളകളെ നശിപ്പിക്കുന്ന ചെറുജീവികളെ തിന്നു തീർക്കുവാനും ഇവർ സഹായിക്കുന്നു. പശുവും കാളയും. ഗ്രാമീണ ഭാരതീയ സങ്കല്പത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് പശു. ഓണനാളുകളിൽ വീടിൻ്റെ മുറ്റത്തോ പരിസരത്തോ വരുന്ന കന്നുകാലികളെ ഉപദ്രവിക്കാതെ ഭക്ഷണവും വെള്ളവും നൽകി അയക്കുന്നത് ഐശ്വര്യദായകമാണ്. നായകളും പൂച്ചകളും. ഗൃഹാന്തരീക്ഷത്തിലെ പാവം ജീവികളെ അല്ലെങ്കിൽ തെരുവ് മൃഗങ്ങളെ ഓണം നാളുകളിൽ പട്ടിണിക്കിടുകയോ ആട്ടി ഓടിക്കുകയോ ചെയ്യരുത്. മഹാബലിയുടെ ഭരണകാലത്ത് എല്ലാ ജീവജാലങ്ങളും സമത്വത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്നു എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായാണിത്. പ്രകൃതിയെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുക, ഒന്നുപോലെ കാണുക എന്ന ഓണത്തിൻ്റെ വലിയ സന്ദേശമാണ് ഈ വിശ്വാസങ്ങൾക്ക് പിന്നിലുള്ളത്.